യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് തിരുവചനത്തിലൂടെ കേൾക്കാൻ പോകുന്ന വിശ്വാസ പിതാവിനെ കുറിച്ചാണ്. ഈ മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശ്വാസ പിതാവിൻ്റെ ഓർമ്മ ദിനം ആചരിക്കുന്ന ഈ സമയത്ത് വിശ്വാസ പിതാവിനെ വിശായത് വളർത്തു പിതാവും രക്ഷണീയ കർമ്മത്തിൽ ദൈവത്തിൻ്റെ ജീവിതത്തിനെ പൂർണ്ണമായി സ്വയം സമർപ്പിച്ച ഒരു ജീവിതമാണ് വിശുദ്ധ പിതാവ് നയിച്ചത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിരക്തനായ ഭർത്താവ്, ദാവീദിന്റെ വിശിഷ്ട സന്താനം, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ, തിരുസഭയുടെ പരിപാലകൻ, തിരുകുടുംബത്തിൻ്റെ സംരക്ഷകൻ, അങ്ങനെ വ്യത്യസ്തമായ നൽമരണത്തിൻ്റെ മധ്യസ്ഥൻ, അങ്ങനെ ഒത്തിരി തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നിങ്ങനെ എല്ലാ രീതിയിലും ഏത് ജീവിതാന്തസ്സിൽ പ്രവേശിക്കുന്ന വ്യക്തികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് വിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിൽ ഉള്ളത്. നമുക്ക് വിശുദ്ധ പിതാവിനെ കുറിച്ച് നമുക്ക് കുറച്ച് സമയം ധ്യാനിക്കാം. കഠിനമായ അധ്വാനത്തിലൂടെ തിരുകുടുംബത്തെ സംരക്ഷിക്കുകയും ഈശോയെ ഈ ഭൂമിയിൽ സംരക്ഷിക്കാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ പിതാവ്. പരിശുദ്ധ കന്യാമറിയത്തെ ഈശോയെയും സംരക്ഷിച്ച് തിരുകുടുംബത്തെ നായകൻ സംരക്ഷകനുമായി ദൈവം തിരഞ്ഞെടുത്തത് വിശുദ്ധ പിതാവിനെയാണ്. അതുകൊണ്ട് കുടുംബങ്ങളിലെ കാവൽക്കാരനായിട്ടാണ് വിശുദ്ധ പിതാവ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ ഐക്യവും സ്നേഹവും സമാധാനവും ആനന്ദവും ഇല്ലാത്ത ഈ നമ്മുടെ കുടുംബങ്ങളിലേക്ക് മാതൃകയാണ് വിശുദ്ധ പിതാവിൻ്റെ മാതൃക. പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ ദൂതൻ വന്ന് മംഗളവാർത്ത അറിയിച്ച്, ഇത് കർത്താവിൻ്റെ ദാസൻ നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞ് രക്ഷകന്റെ അമ്മയായി തീർന്നപ്പോൾ, വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഗർഭിണിയാക്കപ്പെട്ട പരിശുദ്ധ കന്യാമറിയത്തെ അപമാനമേൽപ്പിക്കാതിരിക്കാനായിട്ട് ഇഷ്ടപ്പെടാതിരിക്കാൻ അതിന് ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളിലൂടെ കണ്ടു കാണുവാനും നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും എല്ലാം ഉള്ള ബന്ധങ്ങളിലെല്ലാം പരസ്പരം അപമാനിക്കുകയും നിന്ദിക്കുകയും ബഹുമാനമില്ലാത്ത പെരുമാറ്റവും സംസാരവുമാണ് ഇന്ന് പല കുടുംബങ്ങളിലും കാണപ്പെടുന്നത്. അങ്ങനെ അസന്മാർഗീയമായൊരു സംസ്കാരം അങ്ങനെ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനിൻ്റെ ഒരു സംസ്കാരം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നമ്മളെയൊക്കെ ഉയർന്നവരായിട്ട് മറ്റുള്ളവരെ പരിഗണിക്കാനും അങ്ങനെ മറ്റുള്ളവർ തങ്ങളെയൊക്കെ ശ്രേഷ്ഠമായി കരുതി അവരെയെല്ലാം ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് വിശുദ്ധ പിതാവിൻ്റെ മാതൃക നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു മാതൃകയാണ്. സഭയുടെ കാവൽക്കാരനായിട്ടാണ് പിന്നെ വിശുദ്ധ പിതാവ് അറിയപ്പെടുന്നത്. മറിയത്തെ സംരക്ഷിക്കുകയും ഈശോയെ സംരക്ഷിച്ച് കാവലായി നിൽക്കുകയും ചെയ്ത വിശുദ്ധ പിതാവ് അങ്ങനെ സഭയുടെ കാവൽക്കാരനായി മാറി. ഇന്ന് ഒത്തിരി സഭാ മക്കൾക്ക് ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും സഭയിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ സഭ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ പിതാവിൻ്റെ മാതൃക, വിശുദ്ധ പിതാവിന് പ്രത്യേക മധ്യസ്ഥം അപേക്ഷിക്കാം. അങ്ങനെ കുടുംബത്തിനെ കാവലിരിക്കുന്ന ഒരു ശുശ്രൂഷകരായി തീരാനായിട്ട്, മറ്റുള്ളവരെ വഴി നടത്തുന്നവരായി തീരാനായിട്ട്, നല്ല മാതൃകകൾ, സ്വർഗത്തിലേക്കുള്ള മാതൃകയൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട്, അങ്ങനെ മറ്റുള്ളവരെ തെറ്റി പോകാതിരിക്കാൻ വേണ്ടി
അവർക്ക് കാവലായിരിക്കുന്ന വിശ്വാസ പിതാവിൻ്റെ ആ ഒരു ഇത് നമ്മുടെ ജീവിതത്തിലും അത് അനുകരിക്കാനായിട്ട് നമുക്ക് ഈ ദിനത്തിൽ വിശ്വാസ പിതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാം. പിന്നെ വിശ്വാസ പിതാവ് പുരോഹിതരെയും സന്യസ്തരുടെയും ബ്രഹ്മചര്യം പാലിക്കുന്ന സകല വ്യക്തികളുടെയും മധ്യസ്ഥനായിട്ട് അവർക്കെല്ലാം പിന്തുടരാൻ പറ്റിയ ഒരു മാതൃകയാണ് വിശ്വാസ പിതാവിൻ്റേത്. വിവാഹ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കന്യാത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് അങ്ങനെ ഒരു വിരക്ത ഭർത്താവായിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ച, അങ്ങനെ ത്യാഗപൂർണമായി സ്വന്തം ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് വിശ്വാസ പിതാവിൻ്റേത്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തൻ്റെ വലിയൊരു അവകാശം വേണ്ട എന്ന് വെച്ച് ആ ദൈവത്തിൻ്റെ ഹിതത്തിന് മാതൃകയായി തീർന്ന വിശ്വാസ പിതാവിൻ്റെ മധ്യസ്ഥം, ആ ഒരു സ്വഭാവം നമുക്കും പിന്തുടരാം. തൊഴിലാളികൾ മധ്യസ്ഥനായിട്ടാണ് വിശ്വാസ പിതാവ് പിന്നെ അറിയപ്പെടുന്നത്. അധ്വാനം ഒരു അനുഗ്രഹമാണെന്ന് വിശ്വാസ പിതാവ് കഠിനമായ അധ്വാനത്തിലൂടെ തിരുകുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഒരു താലന്ത് കിട്ടിയവന് അതെല്ലാം മണ്ണിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ബൊമ്മയിലെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിലുള്ള അധ്വാനത്തെ അത് മഹത്തമായി കാണുവാനും അതെല്ലാം ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് മഹത്വമായിട്ട് തീർക്കാനായിട്ട് ഒരു മരപ്പണിക്കാരനായ വിശ്വാസ പിതാവ് കുടുംബത്തെ പോറ്റാൻ വേണ്ടി കഠിനമായ അധ്വാനമാണ് നയിച്ചത്. അങ്ങനെ തൊഴിലിൻ്റെ മഹത്വം വിശ്വാസ പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നു. പിന്നെ വിശ്വാസ പിതാവ് അറിയപ്പെടുന്നത് നൽമരണ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. വിശ്വാസ പിതാവ് മരിച്ചത് മറിയത്തിൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഈശോയുടെ സാന്നിധ്യത്തിലാണ് മരിച്ചത്. നമുക്കും നല്ലൊരു മരണം ലഭിക്കാനായിട്ട് വിശ്വാസ പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട്, നന്മയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായി തീരാനായിട്ട് അങ്ങനെ നമ്മൾ ഈശോയിലേക്ക്, സ്വർഗത്തിലേക്ക് ചായ്വുള്ള വ്യക്തികളായി തീർന്ന് നല്ല മരണം വഴി സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് ഇടയായി തീരാനായിട്ട് വിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പിന്നെ വിശുദ്ധ പിതാവ് ഒരു വിരക്തനായ ഭർത്താവായിട്ടാണ് പിതാവിനുള്ള പ്രത്യേക ഒരു ഗുണമായിട്ട് അറിയപ്പെടുന്നത്. സുശേഷത്തിലൊന്നും വിശ്വാസ പിതാവിനെ കുറിച്ച് വലിയ രീതിയിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം തൻ്റെ നിയോഗങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഈ ഭൂമിയിൽ സംരക്ഷിക്കാനായിട്ട് വളർത്തുപിതാവായിട്ട് ദൈവം ആ ഒരു ദൗത്യം നിയോഗിച്ചപ്പോൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് അങ്ങനെ രക്ഷാകര ദൗത്യത്തിലെ ഒരു നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ്. വലിയ പ്രതിഭാഗമൊന്നും വിശുദ്ധ സുവിശേഷത്തിൽ വിശുദ്ധ ഔസേപ്പിനെ കുറിച്ചിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാനില്ല. ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോഴും വിശ്വാസ പിതാവിൻ്റെ ഉള്ളിൽ വളരെ ശാന്തമായൊരു ശാന്തത കൈമുതലായ വ്യക്തിയായിരുന്നു വിശ്വാസ പിതാവ്. അങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെടാത്ത ശാന്തമായി ഇരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് വളരെ പ്രതിസന്ധികൾ നടന്ന ആ ഒരു കാലഘട്ടത്തിൽ ചുറ്റുപാടും ഒത്തിരി ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനും ശാന്തമാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വസിച്ച് ജീവിച്ച് നടക്കുന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ പിതാവിൻ്റേത്.
ഇന്ന് പല മനുഷ്യർക്കും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന പല വ്യക്തികൾക്കും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ആ ശാന്തത നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ദൈവമേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം വർദ്ധിപ്പിക്കുമെന്നാണ് ആ ഒരു അർത്ഥം സൂചിപ്പിക്കുന്നത്. പൂർവ്വപിതാവായ ഔസേപ്പിന് അടുക്കിലേക്ക് അപ്പം തേടി അപ്പനും സഹോദരങ്ങളും വരും പോലും എത്തുന്നൊരവസ്ഥ നമുക്ക് പഴയ നിയമത്തിൽ ജോസഫിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ജോസഫിലൂടെ ജീവിതത്തിന് അപ്പമായി മാറുവാനായിട്ട് ഈശോയെ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഈശോയ്ക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം പ്രത്യേകം തീരുമാനിച്ച് ഒരു വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. ദൈവം വിശുദ്ധ ഔസേപ്പ് പിതാവിനെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു സകല സമ്പത്തുകളുടെയും നായനുമാക്കി തീർത്തത് ദൈവം ഔസേപ്പ് പിതാവിനെ അങ്ങനെ സകല അനുഗ്രഹങ്ങളുടെയും സകല സമ്പത്തുകളുടെയും വിതരണക്കാരനായിട്ട് ദൈവം ഔസേപ്പ് പിതാവിനെ ഉയർത്തി. സ്വർഗത്തിൻ്റെ സകല കൃപകളുടെ വിതരണക്കാരനായിട്ട് ഔസേപ്പ് പിതാവിനെ സ്വർഗം കാണുകയും കരുതുകയും ചെയ്തു എന്ന് നമുക്ക് ആളുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കും. ഫറവോ പഴയ നിയമത്തിലെല്ലാം ഇപ്പോഴും പറയും, ജോസഫിൻ്റെ അടുക്കിലേക്ക് പോവുകയും അങ്ങനെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയം സമർപ്പിച്ച ഒരു ജീവിതകാരനായിട്ട് പുതിയ നിയമത്തിലെ വിശുദ്ധ ഔസേപ്പ് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവം ജോസഫിനെ തൻ്റെ സകല ഭവനത്തിൻ്റെ അധികാരിയായിട്ട് സമ്പത്തുകളുടെ അധികാരിയായിട്ട് ദൈവം നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. വിശുദ്ധ യൂസഫോട് പറയുന്നത് അന്ത്യകാലഘട്ടത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ ഭക്തിയും പ്രതികരിക്കാനായിട്ട് ഇടയായി തീരുമെന്ന് അദ്ദേഹം മുന്നേ പ്രവചിച്ചു. തിരുസഭയിലെ കാവൽക്കാരനായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ് ഇന്ന് വണങ്ങുന്നത്. അങ്ങനെ തിരുസഭയിലെ കാവൽക്കാരനായിട്ട് സ്വർഗം ഉയർത്താനായിട്ട് തിരുരൂപത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപ്പിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വിശുദ്ധ ഔസേപ്പ് പിതാവിലെ പല ഗുണങ്ങൾ ഒരു ഗുണം മൗനം എന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഒരു പ്രത്യേക ഒരു ഗുണം വിശുദ്ധ ഔസേപ്പ് പിതാവിൽ നിലനിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിതാവ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രനെ ലോകത്തിലേക്ക് നൽകുവാനായിട്ട് ഔസേപ്പ് പിതാവിൻ്റെ മൗനം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തോടുള്ള നിരന്തരമായ സംസാരമായിരുന്നു ഔസേപ്പ് പിതാവിൻ്റെ ആ മൗനം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തെ ദിവസം നിർവഹിക്കാനായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവ് മൗനമായി വ്യാപരിച്ചു. തൻ്റെ ജീവിതം മുഴുവനും അങ്ങനെ നിലകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീർന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ്. നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തോടുള്ള നിരന്തരമായ സംഭാഷണം മൗനം ആയിരുന്നു കൊണ്ട് ഔസേപ്പ് പിതാവ് ശാന്തനായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രഭാഷകൻ 4-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, വരുന്ന ദുരിതങ്ങളെ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളിലുള്ളിലും ശാന്തമായിരിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥിതി ദൈവം വിശുദ്ധ ഔസേപ്പ് പിതാവിന് നൽകി.
ഏശയാത് പ്രവചനം 53 അധ്യായത്തില് സഹനദാസൻ എന്ന ആ ഒരു ഇതില് ഈശോയെ കുറിച്ച് പറയുന്നത്, അവനൊന്നും ഉരിയാടിയില്ല, ഒലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിന്നുകൊടുത്തു. ആ ഒരു മാതൃക ഈശോയ്ക്ക് ഈ ഭൂമിയിലെ വളർത്തുപിതാവായ വിശുദ്ധ പിതാവിൻ്റെ ആ ഒരു പരാതിയുമില്ലാതെ ദൈവത്തിൻ്റെ മുന്നിലെ ദൈവത്തിൻ്റെ ഹിതത്തിന് മൗനമായി നിന്നുകൊടുത്ത് സംസാരിക്കാതെ മൗനമായി നിന്ന വിശ്വാസ പിതാവിൻ്റെ മാതൃക ഈശോ കാൽവരിയിലെ എല്ലാം അത് നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണാനേ സാധിക്കും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 30 അധ്യായം 21 വാക്യത്തില്, ഞാൻ നിനക്ക് ക്ലേശങ്ങളിലെ അപ്പവും ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഈശോയ്ക്ക് നമ്മോട് എന്തോ സംസാരിക്കാനുള്ള ആ ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൗനമായി ഈശോയെ ശ്രവിക്കാനായിട്ട് നമുക്ക് വിശുദ്ധ പിതാവിനോട് പ്രത്യേകമായിട്ട് നമുക്ക് അനുഗ്രഹം ചോദിച്ചു വാങ്ങാം. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ നമ്മെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്ന ചിന്തയിൽ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. അങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ്, ദൈവമാണ് നമ്മുടെ ഓരോ മക്കളുടെയും പിതാവ്. നമ്മൾ സംരക്ഷകരായിട്ട് മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ സ്വന്തമായിട്ട് എങ്ങനെയാണ് ആക്കി തീർക്കേണ്ടത് എന്നുള്ള തിരുഹിതത്തിന് വിശ്വാസ പിതാവ് നിലനിന്നതുപോലെ നമ്മൾ മക്കളെ കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മക്കളെ കുറിച്ച് ആദ്യം ടെൻഷനും അടിച്ച് അങ്ങനെ നമ്മൾ നടക്കുന്നതിന് പകരം ഈശോയുടെ മുന്നിൽ ദൈവത്തിൻ്റെ ഹിതം ആ മക്കളിൽ നിറവേറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട്, ദൈവത്തിന് സ്വന്തം മക്കളെ വിട്ടുകൊടുക്കാനായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് വിശുദ്ധ പിതാവിൻ്റെ മാതൃക നമുക്കും പിന്തുടരാം. അങ്ങനെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ വിശുദ്ധ പിതാവ് ശാന്തതയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേരിട്ടതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അതിലെല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറാനായിട്ട്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനായിട്ട് വിശ്വാസ പിതാവിൻ്റെ മാതൃക നമുക്കും പിഞ്ചെല്ലാം. പിന്നെ വിശ്വാസ പിതാവിൻ്റെ പ്രത്യേകമായിട്ട് പറയുന്നത് പിശാചുകളുടെ പരിഭ്രമമായിട്ടാണ് വിശ്വാസ പിതാവിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പിശാചുകളെ പരിഭ്രമപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം വിശ്വാസ പിതാവിൻ്റെ ഒരു മൗനം തന്നെയായിരുന്നു. വിശ്വാസ പിതാവിൻ്റെ വായിൽ നിന്ന് ഒന്നും ഈശോയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഒന്നും പിതാവിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും പിശാചിനെ കിട്ടാനായിട്ട് ഇടയായി തീർന്നില്ല. അത് പിശാചുകളെ പരിഭ്രമമായി തീരുകയാണ് ചെയ്തത്. ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഇതെന്തെന്ന് പിതാവിൻ്റെ വായിലൂടെ വായിച്ചെടുക്കാനായിട്ട് പൈശാചിക ശക്തികൾക്ക് ഒരിക്കലും സാധിച്ചില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28 അധ്യായം 24 വാക്യത്തില് വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായിക്ക് പൂട്ടും വാതിലും നിർമ്മിക്കുക, നിനക്ക് വേണ്ടി പതിയിരിക്കുന്ന ശത്രുക്കളെ മുമ്പിൽ വീഴാതിരിക്കാനായിട്ട് നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള പല വ്യക്തികളും നമ്മുടെ ഓരോരുത്തരെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കില്ല ചുറ്റുമുള്ളത്. അങ്ങനെ
മൗനമായിരുന്നു കൊണ്ട് വിവേകമുള്ള വ്യക്തികളായി തീരാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. വിശ്വാസ പിതാവിൻ്റെ ഒരു രൂപം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ പിതാവിനെയാണ് ഒരു രൂപം നമ്മളെപ്പോഴും ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. വിശ്വാസ പിതാവ് ആത്മീയമായ ഒരു ഉറക്കമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉറക്കത്തിലും പ്രാർത്ഥനയിലെ ആയിരിക്കുന്ന ദൈവവുമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിശ്വാസ പിതാവ്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിശ്വാസ പിതാവ് അതിനെക്കുറിച്ച് ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും ആ സ്വപ്നത്തിലൂടെ വിശ്വാസ പിതാവിന് ലഭിക്കുന്നതായിട്ട് ഉണരുമ്പോൾ വിശ്വാസ പിതാവിന് അതിൽ നിന്നൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിശ്വാസ പിതാവിൻ്റെ ഉറക്കം പോലും ഒരു പ്രാർത്ഥനയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ദൈവവുമായിട്ടൊരു സംഭാഷണം നടത്തുന്ന ഉറക്കത്തിലും ദൈവവുമായിട്ട് ഒരു ആത്മീയമായ ബന്ധം, ദൈവികമായ ദർശനങ്ങൾ, ദൈവികമായ ഒരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരുന്ന ഉറങ്ങുന്ന വിശ്വാസ പിതാവിൻ്റെ രൂപം നമ്മെ സൂചിപ്പിക്കുന്നത് അതാണ്. ഈ കാലഘട്ടത്തിൽ ഉറങ്ങുന്ന വിശ്വാസ പിതാവിനെ വളരെ പ്രസിദ്ധമായ ഒരു കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസ പിതാവ് അടുക്കലെ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉറക്കം കഴിയുമ്പോൾ ദൈവം അതെല്ലാം സാധിച്ചു തരുമെന്നാണ് നമ്മൾ ഈ ഉറങ്ങുന്ന വിശ്വാസ പിതാവിനെ കുറിച്ച് നമുക്കുള്ള വിശ്വാസം. അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടാനായിട്ട് ദൈവത്തിനോട് ആലോചന നടത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഒന്നായി തീർന്ന ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ പിതാവ്. അങ്ങനെ പൂർവ്വപിതാവായ ജോസഫിനെ പോലെ സ്വപ്നങ്ങളെ സ്വർഗത്തിൽ ലഭിച്ച വ്യക്തിയായിരുന്നു വിശ്വാസ പിതാവ്. വിശ്വാസ പിതാവിനെ കുറിച്ച് പിന്നെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു പദം നീതിമാനായിരുന്നു എന്നാണ്. ഓരോരുത്തർക്കും അർഹതപ്പെട്ട് നൽകുന്നതാണ് നീതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ്, സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഒരു ദൈവം നീതിമാനാണെന്നുള്ളതാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത. സ്വന്തം ശരികളെ ദൈവത്തിൻ്റെ ശരിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചവനാണ് വിശ്വാസ പിതാവ്. ദൈവഹിതം ജീവിക്കാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ സ്വപ്നങ്ങളിലൂടെയുള്ള ദൈവം പറഞ്ഞതനുസരിച്ചിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, സ്വന്തം ശരികളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശരികൾ ഈ ഭൂമിയിൽ നിറവേറ്റി ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസ്തരാകാതെ ദൈവത്തോട് ദൈവവിശ്വാസത്തിൽ അനുനിമിഷം ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥനയിലായിരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വിശ്വാസ പിതാവ് നമ്മൾ ഓരോരുത്തരുടെ മുന്നിലും ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് വിശ്വാസ പിതാവ്. നമുക്കും വിശ്വാസ പിതാവിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ പിന്തുടരാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നമുക്കും എല്ലാ കൃപകളുടെയും ഉറവിടമായ വിശ്വാസ പിതാവിനായിട്ട് നീതിമാനായ വിശ്വാസ പിതാവ്, ദമ്പതികളുടെ മധ്യസ്ഥനാണ് വിശ്വാസേപ്പ്. തങ്ങളുടെ കണ്ണ് നീതിമാനായ പിതാവ് ബൈബിൾ അനുസരിച്ച് നീതിമാൻ എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് ജീവിക്കുകയും ദൈവം പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീതിമാൻ.
ദൈവത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് സ്വന്തം ഭാര്യയായ മറിയത്തെ ഗർഭിണിയായി കാണപ്പെടുന്ന അവസരത്തിൽ ആ സാഹചര്യത്തോട് വിശ്വാസപിതാവ് പ്രതികരിച്ചത് രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് അവിഹിത ഗർഭം പേറുന്ന വ്യക്തികളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് നിയോഗിക്കപ്പെട്ട ആ കാലഘട്ടത്തില് ഔസപിതാവ് നീതിമാനാകയാൽ ശാന്തമായി കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തില് പരിശുദ്ധ കന്യാമറിയത്തെ ദൈവികമായ രഹസ്യം അതിനെ സമീപിക്കാനായിട്ട് യൂസേപ്പ് ഒരു അകലം പാലിക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്ന ആ ഒരു ഔസപിതാവിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ രഹസ്യങ്ങളോട് ദൈവികമായ ആ ഒരു രക്ഷാകര ദൗത്യത്തില് ഔസപിതാവ് ദൈവത്തിൻ്റെ പദ്ധതിയോട് ദൈവിക രഹസ്യത്തോട് പരിശുദ്ധ കന്യാമറിയത്തെ ഒരു അകലത്തില് അനുകരിക്കാനായിട്ടാണ് ഔസപിതാവ് ആദരവ് കലർന്ന ഒരു അകലം പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഔസപിതാവിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ദൈവം തൻ്റെ കുടുംബത്തിൻ്റെ കാവലാളായിട്ട് പിശാചുകളെ ഭയക്കുന്നത് വിശുദ്ധ ഔസപിതാവിനെയാണ്. വിശുദ്ധ ഔസപിതാവ് ദമ്പതികളുടെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നു. മലാക്കി 2:16 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ വിവാഹമോചനത്തെ എതിർക്കുന്നു. ദൈവഹിതം നിറവേറ്റാനായിട്ട് ഔസേപ്പ് എങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നിറഞ്ഞ് അമ്മയെ ഉദരത്തിൽ വെച്ച് തന്നെ വിശദീകരിക്കപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ ഔസേപിതാവ്. മറിയത്തിൽ വെളിപ്പെട്ട ദൈവരഹസ്യത്തോട് ഒരു ഇപ്പൊ ഈ വിശുദ്ധ പത്രോസൊക്കെ പറയുന്ന പോലെ പത്രോസ് ലീഗ പറയുന്നുണ്ട്, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞ പോലെ ഔസേപ്പ് മറിയത്തോട് കുറച്ചകലം പ്രാപിച്ചുകൊണ്ട് മോശ കത്തുന്ന ഉൾപ്പടപ്പില് സമീപിക്കുന്നത് പോലെ ചെരുപ്പഴിച്ച് വെച്ചുകൊണ്ട് അത് അതിവിശുദ്ധമായ ആ ഒരു മുൾപടപ്പ് കത്തുന്നുണ്ടെങ്കിൽ അത് ചാരമായി പോകുന്നില്ല എന്ന് മോശ കണ്ടു. അതേപോലെ വിശ്വാസപിതാവ് മറിയത്തെ സമീപിക്കുന്നത് ഒരു ആദരവ് കലർന്ന ഒരു അകലം പാലിച്ചുകൊണ്ടാണ്. അങ്ങനെ മറിയത്തെ പൊതിഞ്ഞ ആ രാജ്ഞിയെ ഔസപിതാവ് ആ ദൈവിക രഹസ്യങ്ങളോട് പൂർണ്ണമായ സഹകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഔസേപ്പ് സ്വന്തം സഹനത്തെ, സ്വന്തം ജീവിതത്തെ ഒരു ബലിയായിട്ട് സ്വന്തം ജീവിതത്തെ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് ആത്മജ്ഞാനത്തിൻ്റെ ഒരു ബലി, ദൈവീയ രഹസ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആത്മദാനം നടത്തിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ്. പൈതലായ ഈശോയെ സംരക്ഷിച്ച് സേവിച്ച് ഈശോയുടെ മാനുഷിക ശരീരത്തെ നൽകിയ മറിയം ഹെറോദോസിന്റെ കരങ്ങളിൽ നിന്ന് ഈശോയെ രക്ഷിക്കുന്നത് വിശുദ്ധ ഔസേപ്പാണ്. ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട്
ഈ മറിയത്തെയും ഈശോയെയും രക്ഷിക്കാനായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷകനായ ഈശോയെ കാത്തു പരിപാലിക്കാൻ ഈ ഭൂമിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന് വലിയ സഹനങ്ങളിലൂടെ തുടർക്കഥയായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം മുഴുവനും. ഒരു രക്തസാക്ഷിയും തൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ലാത്തത്ര ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഈജിപ്തിൽ 7 വർഷക്കാലം വിശുദ്ധ ഔസേപ്പിൻ തിരുകുടുംബത്തിന് അവിടെ കഴിയേണ്ടതായി വന്നു. ഇസ്രായേൽക്കാരും ഈജിപ്തുകാരും തമ്മിൽ മഹാശത്രുക്കളായിരുന്നു. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് സങ്കടങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് പ്രത്യേകമായ ഓരോ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവന്റെ സംരക്ഷകനാണ് വിശുദ്ധ ഔസേപ്പിതാവ് അറിയപ്പെടുന്നത്. ഗർഭസ്ഥ ശിശുക്കളുടെ ജീവന് ഇന്ന് ഒരു വില കൽപ്പിക്കാത്ത ഈ സാഹചര്യത്തിൽ ജീവന്റെ സംരക്ഷകനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവ് അറിയപ്പെടുന്നു. പിന്നെ വിശുദ്ധ ഔസേപ്പിതാവും പുരോഹിതരുടെ സംരക്ഷകനായിട്ടാണ് പിന്നെ സഭയിൽ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു പൗരോഹിത ജീവിതമാണ് വിശുദ്ധ ഔസേപ്പ് നയിച്ചത്. ദിവ്യരഹസ്യങ്ങളുടെ മുമ്പില് ഒരു ആരാധനയായ ഒരു വ്യക്തിപരമായ ജീവിതമാണ് വിശുദ്ധ ഔസേപ്പ് നയിച്ചത്. ഈശോയെ വളർത്തിക്കൊണ്ടുവന്ന ഈ ഭൂമിയിലെ അപ്പനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഈശോയുടെ പരിശുദ്ധ ജീവിതത്തിന് മുമ്പ് വിശുദ്ധ ഔസേപ്പിതാവ് മരണം പ്രാപിച്ചു എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഈശോ കുരിശിൽ നിൽക്കുമ്പോഴും വിശുദ്ധ ഔസേപ്പിതാവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നെല്ലാം വിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ ജീവിതത്തിന് മുൻപ് തന്നെ മരിച്ചുപോയി എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ യേശുവിന്റെ പരിശുദ്ധ ജീവിതകാലത്ത് മുഴുവനും സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുകയും ആ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് ഈശോ ഔസേപ്പിതാവിനെ പിതാവായ ദൈവം തിരികെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വിളിച്ചു എന്നാണ് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഔസേപ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നൊരു സങ്കല്പം സഭ വിശ്വാസികളുടെ ഇടയിൽ എന്നാൽ സഭ അത് സത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഔസേപ്പിതാവിന്റെ ശരീരം ഇന്നും ശരീരാവശിഷ്ടങ്ങളെ കണ്ടെത്താനായിട്ട് ശവകുടീരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയെ ഉടലോടെ എടുക്കപ്പെട്ടു എന്നാണ് വിശ്വാസ പ്രഖ്യാപനമായിട്ട് അത് സഭ അംഗീകരിച്ചെങ്കിലും ഔസേപ്പിതാവിന്റെ ശരീരവും കല്ലറയും ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് സഭയ്ക്ക് ചരിത്രത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. മത്തായി സുവിശേഷം 7-51 വാക്യത്തില് ദേവാലയ തിരുശീലയെ മുകളിൽ മുതൽ താഴെ വരെ അറ്റം വരെ നന്നായി കീറി ഭൂമിയിലെ എല്ലാം കുലുങ്ങി പാറകൾ പിളർന്നു. പല വിശുദ്ധന്മാരും ശവകുടീരങ്ങളിൽ നിന്ന് തുറക്കപ്പെടുകയും അവർ പല വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് ഒക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വചനഭാഗത്ത്. അങ്ങനെ ഉദരത്തിൽ വെച്ച് ദൈവത്താൽ വിശദീകരിക്കപ്പെട്ടവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്.
വിശ്വാസപിതാവ് മരിച്ചതും സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് സ്നേഹിച്ചാണ് വിശ്വാസപിതാവ് മരിച്ചു എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. തിരുമത്തിന്റെ കാവൽക്കാരനും മറിയത്തിന്റെ കന്യാത്വത്തിന്റെയും സംരക്ഷകനുമായിട്ട് വിശ്വാസപിതാവ് അറിയപ്പെടുന്നു. പറുദീസയിലെ കാവൽക്കാരനായ കെറൂബിനെ പോലെയാണ് ഈ ഭൂമിയിലെ പറുദീസയായ കന്യ മറിയത്തിന്റെ കാവൽക്കാരനായിട്ട് വിശ്വാസപിതാവ് നിലകൊണ്ടു. യൂദായുടെ സിംഹമായ മിശിഹായെ വളർത്തിയതും രാജാക്കന്മാരുടെ രാജാവായ ഈശോയെ വളർത്തിയതും വിശ്വാസപിതാവാണ്. കന്യകളുടെ സംരക്ഷകനും പിശാചുകളുടെ പേടി സ്വപ്നവും ലോകം കണ്ട ഏറ്റവും വലിയ സമർപ്പിതനും ആണ് വിശ്വാസപിതാവ്. അങ്ങനെ ആദരം നിറഞ്ഞ ഒരു ഭക്തിയോടെ മറിയത്തിന് മുമ്പില് ഔസേപ്പ് മറിയത്തെ സ്വീകരിക്കുകയും മറിയം ഈശോയെ ഔസേപ്പ് മറിയത്തെ സ്വീകരിച്ചതുപോലെ ആരും തന്നെ ഓരോ വ്യക്തിയും ഓരോ ക്രിസ്ത്യാനിയും ഈശോയെ മറിയത്തെ സ്വന്തം ഭവനത്തിലെ സ്വീകരിക്കണമെന്ന് അങ്ങനെ മാതൃഭക്തിയും വിമലഹൃദയ ഭക്തി പ്രതിഷ്ഠയൊക്കെ എല്ലാം വിശ്വാസപിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. നമുക്ക് വിശ്വാസപിതാവിനോട് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ആ വിശ്വാസപ്പ് നമ്മളെ ഓരോരുത്തരെയും മറിയത്തിൻ്റെ അടുക്കിലേക്കും മറിയം നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ അടുക്കിലേക്കും ആ സഭയിലേക്കും നിത്യതയിലേക്കും ആനയിക്കുമെന്നുമാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത്. പുറപ്പാടാം അധ്യായം 40 2 വാക്യത്തിൽ വാഗ്ദാന പേടകമാകുന്ന പേടകത്തെ പൊതിയുന്ന ആ പേടകത്തെ കുറിച്ചൊരു സൂചനയുണ്ട്. വാഗ്ദാന പേടകമാണ് പരിശുദ്ധ മറിയം. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിലുള്ളത് മന്നയുടെ ഇതും ദൈവകൃപയുടെ ദൈവകൽപ്പനയുടെ ഒരു ഫലകവും അഹ്റോന്റെ തളർത്ത വടിയുമാണ് അവിടെ ആ ഒരു പല നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പം, മന്ന, വചനം, പൗരോഹിത്യം ഇതെല്ലാം നിത്യപുരോഹിതനായ ഈശോയെ വചനവംശമായ ഈശോയെ മറിയത്തിന്റെ ഉള്ളില് വാഗ്ദാന പേടകമായ ആ മറിയത്തെ പൊടിഞ്ഞു പിടിച്ച ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെ ഈ മേഘമായ ഔസപിതാവ് പൊതിഞ്ഞ് കാത്തു സംരക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാനായി സാധിക്കുക. അങ്ങനെ മറിയത്തിന്റെ നിത്യകന്യാകത്വത്തെ ദൈവികമായ ആ ഒരു രഹസ്യത്തെ പൊതിഞ്ഞ ഒരു മേഘമാണ് വിശുദ്ധ ഔസപിതാവ്. നമുക്കും വിശുദ്ധ ഔസപിതാവിനെ അത് പ്രത്യേകമായ ഒരു ഭക്തി സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരിശീലിപ്പിക്കാം. ഈശോയെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു എന്തായാലും എതിർപ്പോഴും തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാ ക്ലേശങ്ങളിലും മധ്യത്തിലും ഉറച്ചു നിൽക്കാനായിട്ട് ജീവിതത്തിൽ സ്ഥിരതയോടെ അത് ദൈവത്തെ പ്രതി സംപ്രീതപ്പെടുത്തുന്നവരായി വ്യക്തിയായി തീരാനായിട്ട് വിശുദ്ധ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടു കൂടി ചെയ്ത് അങ്ങനെ ദൈവത്തിന് അപ്രീതമായതൊന്നും ചെയ്യാതെ എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്
അങ്ങനെ ദൈവത്തിന് പരിശുദ്ധമായ ഒരു യാഗം പോലെ അർപ്പിക്കപ്പെടാനായിട്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച വിശ്വസിച്ച പിതാവിനെ നമുക്ക് മാതൃകയാക്കി തീർക്കാം. അതുപോലെ ഈശോയെ ഞങ്ങൾ ഓരോരുത്തർക്കും വിശ്വാസ പിതാവിനുള്ള ഒരു പ്രത്യേക ഭക്തിയിൽ വളരാനായിട്ട് മറിയത്തിൽ പൂർണ്ണമായി അവസ്ഥപിതാവിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവസ്ഥപിതാവ് നമ്മെ നമ്മൾ ഓരോരുത്തർ കുടുംബങ്ങളെയും അവസ്ഥപിതാവിനെ പരമേൽപ്പിക്കാം. അവസ്ഥപിതാവ് വഴിയും പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് എത്തിക്കൊണ്ട് പരിശുദ്ധ കന്യാമറിയം വചനം ഹൃദയത്തിൽ സംഭരിക്കുകയും ജീവിക്കുകയും ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നിമിഷം അനുനിമിഷം നിറവേറാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥനയും മൗനവും ജീവിതത്തിലെ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലും ശാന്തമായി ജീവിതത്തെ നേരിട്ട വിശ്വാസപിതാവിൻ്റെ ഒരു മാതൃക ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും പൂർണ്ണമായി അനുഭവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിനെ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. തിരുസഭയുടെ കാവൽക്കാരനും തിരുകുടുംബത്തിനും സംരക്ഷകനുമായ വിശ്വാസപിതാവെയും ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബത്തെയും അങ്ങ് സംരക്ഷിച്ച് ഈശോയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ എത്തിച്ചേരാനായിട്ട് നിത്യതയിൽ ഈശോയിൽ എത്തിച്ചേരാനായിട്ട് നല്ല മരണം നൽകി ഞങ്ങളെ നല്ല മധ്യസ്ഥനായ വിശ്വാസപിതാവെ നല്ല മരണം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗത്തിന് ഇണങ്ങുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് സ്വർഗീയ രഹസ്യങ്ങൾ സ്വർഗത്തിന് ഇത് എവിടേക്ക് ചാഞ്ഞു നിൽക്കുന്നുവോ അവിടേക്ക് തന്നെ വീഴുമെന്നുള്ള പോലെ നമ്മൾ സ്വർഗത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വ്യക്തികളായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് നല്ലൊരു മരണം വഴി ഈശോയിൽ എത്തിച്ചേരാനായിട്ട് അങ്ങനെ വിശുദ്ധിയിൽ അനുനിമിഷം മുന്നേറാനായിട്ട് പ്രാർത്ഥനയിൽ നിരന്തരമായി ദൈവവുമായി സംഭാഷണിക്കാനായിട്ട് ദൈവത്തെ താലവൻ നടത്താനായിട്ട് ആ ദൈവത്തിൻ്റെ ഹൃദയത്തിനെ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് അങ്ങനെ ഉറക്കം പോലും ഒരു നിരന്തരമായ ഒരു ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുന്ന ഒരു നിരന്തരമായ സംഭാഷണമായിട്ട് ആ ഉറക്കത്തെ പോലും മാറ്റിയ വിശ്വാസപിതാവിനെ പോലെ നമുക്കും ശാന്തമായും സമാധാനമുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാനായിട്ട് ഏത് ജീവിതാന്തസ്സിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കായാലും വിശ്വാസപിതാവ് ഒരു മാതൃകയാണ്. അങ്ങനെ തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെ മഹാത്മ നമ്മളെ പഠിപ്പിച്ച വിശ്വാസപിതാവിനെ പോലെ ജീവിതത്തിലുള്ള എല്ലാ അധ്വാനങ്ങളെയും ഈശോയെ പ്രതി സമർപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ആക്കി തീർക്കാനായിട്ട് അങ്ങനെ ശുദ്ധതയെ കാത്തു സൂക്ഷിക്കാനായിട്ട് വിവാഹം കഴിച്ച വ്യക്തികൾക്ക് പോലും ആ ഒരു ശുദ്ധതയെ കാത്തു സൂക്ഷിക്കാനായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ വിശുദ്ധിയിൽ മുന്നേറാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും വിശ്വാസപിതാവേയും അങ്ങേത് തിരുവമ്പത്തെ കാത്തു സൂക്ഷിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയിൽ പൊതിഞ്ഞ് കാത്തു സംരക്ഷിക്കാനായിട്ട് അവസരപിതാവിനുള്ള ഭക്തിയും ഈ അന്ത്യകാലഘട്ടത്തിൽ പൂർണ്ണമായും കൂടുതൽ പ്രചരിക്കാനും ആ ഭക്തി കൂടുതൽ അവസരപിതാവിനത് കൂടുതൽ ഭക്തിയിൽ ജീവിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ